ക്രിസ്തുവിന്റെ നിഷ്കുലമായ നാമത്തിൽ വന്ദനം അറിയിക്കുകയാണ്. നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ചുകൊണ്ട് ഇന്ന് പ്രകാരം ദൈവിക ചിന്തയിലേക്ക് കടന്നു പോകാമല്ലോ. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ അവൻ ബറോബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു, യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ചു അവനെ ക്രൂശിക്കേണ്ടതിന് ഏൽപ്പിച്ചു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, മത്തായി 27-ന്റെ 26, മർക്കോസ് 15-ന്റെ 15, ലൂക്കോസ് 23-ന്റെ 16 ഈ 3 വാക്യങ്ങളിൽ നമുക്ക് ഇതേപോലെ കാണുവാൻ സാധിക്കുന്നു. പീലാത്തോസ് എന്ന റോമൻ യഹൂദിയ പ്രവിശ്യയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഗവർണർ, കാരണം കർത്താവായ യേശു ക്രിസ്തു ഒരു യഹൂദനാണ്. റോം എന്ന സാമ്രാജ്യമാണ് ആ സമയം ലോകം ഭരിക്കുന്നത്. പാലസ്തീനിൽ റോമ സാമ്രാജ്യത്തിന്റെ നിയോഗിക്കപ്പെട്ട ഗവർണറായിരുന്നു പീലാത്തോസ്. അവസാനം പീലാത്തോസ് ആണ് യേശുവിനെ വിചാരണ ചെയ്തത്. ആ പീലാത്തോസ് ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് കുരിശിൽ മരിക്കുവാൻ യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, സത്യം പറഞ്ഞാല് ഞാൻ ആ ചമ്മട്ടി പ്രഹരത്തെ ആഴത്തിൽ ചിന്തിക്കുവാൻ ഇടവന്നതുകൊണ്ടാണ് നമ്മളെയും ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഇന്ന് കാലം ഞാൻ ആഗ്രഹിച്ചത് എന്ന് ഓർപ്പിക്കാം. പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇതിനെക്കുറിച്ച് 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 24-ാം വാക്യത്തിൽ താനും ചമ്മട്ടി കൊണ്ട് അടിയേറ്റതായി വായിക്കുന്നു. യഹൂദന്മാരാൽ ഞാൻ 5 പ്രാവശ്യം 1 കുറേ 40 അടി കൊണ്ടു എന്ന് പൗലോസ് പറയും. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ പൗലോസിനെയും ശീലാസിനെയും ഇതേപോലെ അടിച്ച് അവരെ ജയിലിൽ അടച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു. പുതിയ നിയമത്തിൽ ആദ്യമായി ഈ ചമ്മട്ടി കൊണ്ട് അടിയേറ്റ വ്യക്തി നമ്മുടെ കർത്താവായ യേശുവാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ ചമ്മട്ടി കൊണ്ട് അടിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ചമ്മട്ടി ഉണ്ടാക്കുമ്പോൾ 3 തോൽവാറും അസ്ഥികളും എല്ലുകളും ഇരുമ്പ് കഷ്ണങ്ങളും ചേർന്നതായിരിക്കും ആ ചമ്മട്ടി. അപ്പൊ നമ്മൾ ഓർക്കണം, 3 തോൽവാറ്, 3 തോൽ വള്ളികൾ അല്ലെങ്കിൽ തോൽ കൊണ്ടുണ്ടാക്കിയ 3 കയറുകൾ, അതിന്റെ അറ്റത്ത് ഇരുമ്പ് കഷ്ണങ്ങൾ, കൊല്ലപ്പെട്ട മനുഷ്യന്റെ അസ്ഥികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്താണ് ഈ ചമ്മട്ടി ഉണ്ടാക്കി ആ ചമ്മട്ടിയോട് അടിക്കുന്നത്. ഒരാളെ ചമ്മട്ടി കൊണ്ട് അടിക്കുക എന്ന് പറഞ്ഞാൽ നിർത്തിയോ ഇരുത്തിയോ അല്ല, നിലത്ത് കിടത്തിയാണ് ചമ്മട്ടി കൊണ്ട് അടിക്കുന്നത്. അപ്പൊ നമുക്കറിയാമല്ലോ, ഒരിക്കലും പ്രതികരിക്കാൻ പറ്റത്തില്ല, ഒരിക്കലും എതിർക്കാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്യാതിരിക്കുവാൻ നിലത്ത് കിടത്തിയിട്ടാണ് ചമ്മട്ടിയോട് അടിക്കുന്നത്. പൗലോസ് പറയുന്നു 1 കുറേ 40 അടി. അപ്പൊ നമുക്കറിയാം, ഈ ചമ്മട്ടി കൊണ്ട് അടിക്കുന്ന രീതിയിൽ എണ്ണി മാത്രമേ അടിക്കാവൂ, അടിപ്പിക്കാവൂ. അപ്പൊ 1 കുറേ 40 അടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്ര പ്രാവശ്യം ചമ്മട്ടി കൊണ്ട് പ്രഹരിച്ചു. എത്ര പ്രാവശ്യം ചമ്മട്ടി കൊണ്ട് പ്രഹരിച്ചു?
പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, 40 എന്ന് പൗലോസ്ലീഹ പറയുമ്പോൾ 39 അടി തന്റെ ശരീരത്ത് വന്നിട്ടുണ്ട്, അല്ലേ? ഒന്നുകൂടെ 40 അടി. അപ്പം ഒരു പ്രാവശ്യം അടിക്കുമ്പോൾ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ 3 അടിയായിട്ടാണ് അത് ശരീരത്തിലേക്ക് പ്രഹരിക്കുന്നത്. ഏതാണ്ട് നമ്മുടെ കർത്താവായ യേശു 40 അടി ഒന്നു കുറെ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ ഏറ്റതായി നമ്മൾ വായിക്കുന്നു. അപ്പം ഏതാണ്ട് തന്റെ ശരീരം നല്ലതുപോലെ മുറിഞ്ഞിരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പ്രിയ ദൈവമക്കളെ, അടിക്കുക മാത്രമല്ല, അടിച്ചിട്ട് ഈ ചമ്മട്ടി എന്ന ചാട്ട ദേഹത്ത് കൊള്ളുമ്പോൾ അവിടെ നിന്ന് തിരിച്ചു വലിക്കുന്ന വലിയിൽ അവിടുത്തെ മാംസപേശികൾ, മാംസഭാഗങ്ങൾ കൂടി ആ ചാട്ടവാറിന്റെ വള്ളിയുടെ മുൻപിലിട്ടിരിക്കുന്ന ഇരുമ്പ് അസ്ഥികൾ എന്നിവയിലൂടെ ഉടക്കി പറഞ്ഞു പോരാനുള്ള സാധ്യതയും കൂടെയുണ്ട്. ഇതുകൊണ്ടാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, അവന്റെ ശരീരം ഉഴവു ചാരി പോലെ ഉഴുന്നു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അവന്റെ ശരീരം ഉഴവു ചാരി പോലെ ഉഴുന്നു എന്ന് പറഞ്ഞാൽ ഓരോ അടിയടിച്ച് ആ ചമ്മട്ടി തിരിച്ചു പിടിക്കുമ്പോൾ അത് കൊണ്ട സ്ഥാനത്ത് നിന്ന് മാംസം പറിഞ്ഞു പോരുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവസാനം യേശുവിനെ ഗോൽഗോഥായിലേക്ക് കൊണ്ടുപോകുന്ന സമയം അവന്റെ ശരീരം ഒരു തോട് വെട്ടിയതുപോലെയാണ് അവിടെ നിന്നാണ് രക്തം ഒഴുകുന്നത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഇതിനെക്കുറിച്ച് ഒട്ടനേകം വേദപണ്ഡിതന്മാര് റോമാ സാമ്രാജ്യ കാലഘട്ടത്തിലെ സംഭവത്തെ എടുത്തുദ്ധരിച്ചതായി സഭാ ചരിത്രങ്ങളിൽ വായിക്കുമ്പോൾ ഒരു കഷണം ഇറച്ചി മരിക്കാതെ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് അറുത്തെടുത്ത് ഒരു പ്രതലത്തിൽ ഒരു പരന്ന സ്ഥലത്ത് വെച്ചാൽ അത് ഏതാണ്ട് ഒരു സമചതുരമായി കാണും. അതിന് 4 വശങ്ങൾ ഉണ്ടാകും. അത് മാത്രമല്ല, അതിന്റെ 2 പരന്ന വശങ്ങളും ഉണ്ടാകും. അങ്ങനെയെങ്കിൽ 4 സൈഡുകളിൽ നിന്നും അതിന്റെ 2 പരന്ന പ്രതലങ്ങളിൽ നിന്നുമായി 6 ഭാഗത്തു നിന്നും രക്തം പൊടിക്കുന്നതായി കാണാം. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, മരിച്ച മനുഷ്യന്റെ ശരീരം അറുത്താൽ അങ്ങനെ കാണത്തില്ല. ജീവനുള്ള മനുഷ്യന്റെ ജീവനോടെ നിർത്തി ഒരു കഷ്ണം മാംസം തന്റെ ശരീരത്തിൽ നിന്ന് അറുത്തെടുത്താൽ അതിൽ കാണുന്ന വ്യത്യാസം, അതിൽ കാണുന്ന പ്രവൃത്തി ഇങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ യേശുവിന്റെ ശരീരം മരണത്തിന് മുൻപ് പച്ചയ്ക്ക് നിൽക്കുകയാണ്. പീലാത്തോസ് പറഞ്ഞതനുസരിച്ച് ഈ റോമൻ പട്ടാളക്കാര് അവനെ ചമ്മട്ടിയോട് പ്രഹരിച്ചത്. പ്രിയ ദൈവമക്കളെ, ശരീരത്തിന്റെ ഏത് ഭാഗത്തു നിന്നും രക്തം പൊടിയത്തക്കവണ്ണമുള്ള അടിയും പ്രഹരവും ഏറ്റുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശു ഗോൽഗോഥായിലേക്ക് പോയത്. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, പത്രോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം വായിക്കുമ്പോൾ, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി അവന്റെ മുറിവുകളാൽ, ചില പരിഭാഷകളിൽ അടിപ്പിണരുകളാൽ നിങ്ങൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. 1 പത്രോസ് 2-ാം അധ്യായം 24-ാം വാക്യം. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ അറിയണം, നമ്മുടെ കർത്താവായ യേശു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപം വഹിച്ചുകൊണ്ട് കുരിശിൽ കയറി. എന്നാൽ അതുകൊണ്ടല്ല നമ്മുടെ പാപം മോചിക്കുന്നത്, അവന്റെ ശരീരത്തിൽ നിന്ന്
മുറിഞ്ഞ് അറുത്തു മാറ്റപ്പെട്ട ഈ ചമ്മട്ടി പ്രഹരത്തിന്റെ അനന്തരഫലമായി ഉണ്ടായ മാംസ കഷണങ്ങളിൽ നിന്ന് ഇറ്റിച്ചു വീണ രക്തമാണ് നമ്മുടെ പാപം കഴിയത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഇതൊരു നിസ്സാരമായ പ്രായച്ചിത്തമല്ല. ഇത് ലളിതമായ ഒരു പ്രായച്ചിത്തമല്ല. ഏറ്റവും കാഠിന്യമേറിയ പ്രായച്ചിത്ത മരണം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുവിന്റെ തന്നെയാണ്. ഞാൻ ഇതൊന്ന് പറയാൻ വേണ്ടിയാണ് ഈ ചമ്മട്ടി എന്ന വാക്കിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. പ്രിയ ദൈവമക്കളെ, ചമ്മട്ടി കൊണ്ട് അടിച്ചാൽ വെറുതെ ആ ചമ്മട്ടി തിരിഞ്ഞു വരികയല്ല, മടങ്ങി വരികയല്ല. അത് കൊള്ളുന്ന സ്ഥാനത്ത് ഈ കൂർത്ത എല്ലിന്റെ ഇരുമ്പിന്റെ ആ മുനകൾ ചെന്ന് പതിക്കുന്ന സ്ഥാനത്തുനിന്ന് ആഴത്തിൽ മാംസത്തെ പറിച്ചുകൊണ്ടാണ് ആ ചമ്മട്ടി തിരിച്ചു വരുന്നതെങ്കിൽ, പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, റോമൻ പട്ടാളക്കാര് അടിച്ച് അവനെ മരണസ്ഥലത്തേക്ക് കൊണ്ടുപോയപ്പോൾ എവിടെയെല്ലാം വെച്ചടിയേറ്റു അവിടെയെല്ലാം യേശുവിന്റെ മാംസ കഷണങ്ങൾ തെറിച്ചെങ്കിൽ, പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, യേശുവിന്റെ മരണത്തിന്റെ അതികാഠിന്യത നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് വിലയിരുത്തേണ്ടത് അനിവാര്യമാണെന്ന് കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ഈ മാംസം പറയുമ്പോൾ ആ മാംസത്തിൽ നിന്നാണ് രക്തം ഇറ്റിറ്റ് വീഴുന്നതെങ്കിൽ, പ്രിയ ദൈവമക്കളെ, ആ രക്തത്തിന് വിലയുണ്ട്. ഇതാണ് ലേവ്യ പുസ്തകം 17-ാം അധ്യായം 11-14 വാക്യങ്ങളിൽ ലേവ്യ യാഗപ്രകാരം പറയുന്നത്, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, മനുഷ്യന്റെ ജീവൻ രക്തത്തിലെങ്കിൽ രക്തം എവിടെയാണ് നിൽക്കുന്നത്? അസ്ഥിയിലല്ല, മാംസത്തിലാണ്. സംശയമുണ്ടോ? രക്തം എവിടെയാണ് നിൽക്കുന്നത്? അസ്ഥിയിലല്ല, മാംസത്തിലാണ്. നമ്മള് ഒരു കശാപ്പ് ശാലയിൽ ചെന്നാൽ കൊല ചെയ്യപ്പെട്ട മൃഗങ്ങളുടെ ശരീരഭാഗങ്ങൾ ഇങ്ങനെ അവർ തൂക്കിയിട്ടിരിക്കുന്ന കാണാം. നമ്മള് ഇറച്ചി ചോദിച്ചാൽ, മാംസം ചോദിച്ചാൽ, അവരതിനകത്തുനിന്ന് മാംസം അസ്ഥി ഒഴിച്ച് ബാക്കിയെല്ലാം കൂടെ അറുത്തെടുത്ത് നമുക്ക് തരും. ആ അസ്ഥി അവിടെ കിടക്കുമ്പോൾ ആ അസ്ഥിയിൽ എന്തില്ല? ചോര മയമില്ല, ചോരപ്പൊടിപ്പില്ല. എന്നാൽ നമ്മൾ പൊതിഞ്ഞു വാങ്ങിച്ചു കൊണ്ടുവരുന്ന ആ പൊതിയിൽ ചോരയുണ്ട്. വീട്ടിൽ കൊണ്ടുവന്ന് ആ മാംസം മുറിക്കുമ്പോൾ അവിടെ എന്ത് കാണുവാൻ സാധിക്കുന്നു? ചോര കാണുവാൻ സാധിക്കും. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അതുകൊണ്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അസ്ഥിയിലല്ല രക്തം നിലകൊള്ളുന്നത്. രക്തം നിലകൊള്ളുന്നത് മാംസത്തിലാകയാൽ, ജീവന്റെ രക്തം മാംസത്തിലാകയാൽ, ആ മാംസ കഷ്ണം യേശുവിന്റെ ശരീരത്തെ ചമ്മട്ടി പ്രഹരത്താൽ അറുത്ത് കഷ്ണങ്ങളായി മുറിഞ്ഞു മാറ്റപ്പെട്ടപ്പോൾ നമ്മുടെ കർത്താവായ യേശുവിന്റെ ത്യാഗം, അവന്റെ ത്യാഗ മനോഭാവം, അവന്റെ വേദനകൾ, അവന്റെ വിഷമങ്ങൾ, അവന്റെ പ്രയാസങ്ങൾ, അവൻ അനുഭവിച്ച വിലകൾ എത്രയോ ഭയങ്കരമാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഓരോ ജീവന്റെ രക്തത്തുടിപ്പുള്ള മാംസകഷണങ്ങൾ പറഞ്ഞു മാറേണ്ട സ്ഥാനത്താണ് നമുക്ക് എല്ലാവർക്കും വേണ്ടി യേശുവിന്റെ ശരീരത്തിലെ രക്തകഷ്ണങ്ങൾ അറുത്തു മാറ്റപ്പെടുവാൻ ഇടയായത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാതെ അറിഞ്ഞിരിക്കണം. എന്നാൽ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ ചിന്തിച്ചാൽ നമ്മളിൽ പാപമുണ്ട്, നമ്മളിൽ പാപമില്ല എന്ന് പറയാൻ സാധിക്കുന്നില്ല. നമ്മളിലുള്ള പാപം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തു മറുപടി പറയും? ബൈബിള് നമ്മൾ പഠിക്കുമ്പോൾ ഹൃദയമാണ് ഇതിന്റെ എല്ലാം സങ്കേത സ്ഥലം എന്ന് കാണുവാൻ സാധിക്കുന്നു. ഹൃദയത്തിൽ എന്തുണ്ട്? ജീവനുണ്ട്, അല്ലേ? ഹൃദയത്തിൽ ജീവനുണ്ട്. ആ ജീവൻ എവിടെയാണ് ഹൃദയത്തിൽ നിൽക്കുന്നത്?
ഹൃദയത്തിലുള്ള രക്തധമനി, അതുമായുള്ള ബന്ധത്തിൽ ഹൃദയത്തിൽ രക്തമുണ്ടെങ്കിൽ ആ രക്തത്തിലാണ് നമ്മുടെ ജീവൻ നിലകൊള്ളുന്നത്. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് ഒരഴുക്ക് നമ്മളിൽ നിന്ന് വരുമ്പോൾ അത് ഹൃദയത്തിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം അത് രക്തത്തിൽ അധിഷ്ഠിതമാണ്. പ്രിയ ദൈവമക്കളെ, നമ്മളിലുള്ള തിന്മ അത് രക്തത്തിൽ അധിഷ്ഠിതമായി ജീവനുമായുള്ള ബന്ധത്തിൽ നിലകൊള്ളുന്നത് കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ജീവൻ തുടിക്കുന്ന തന്റെ ശരീരത്തിലെ മാംസം അത് മുഴുവനും നമുക്ക് വേണ്ടി നൽകി എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ യേശുവിന്റെ കുരിശുമരണം എനിക്ക് വേണ്ടി ഉള്ളതായിരുന്നു. അതിന്റെ വില ഞാൻ മനസ്സിലാകാതെ പോകത്തില്ല. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ആരുടെയും രക്തമുള്ള മാംസം പാപപരിഹാരത്തിന് ഉപയോഗപ്രദമല്ലാതിരുന്നത് നമ്മുടെ ജീവരക്തത്തിൽ, നമ്മുടെ രക്തം കുടികൊണ്ട മാംസത്തിൽ പാപമുണ്ട് എന്നതാണ്. എന്നാൽ നമ്മുടെ കർത്താവായ യേശുവിന്റെ ശരീരത്തിലെ മാംസരക്തത്തിൽ എന്തില്ലായിരുന്നു? പാപം എന്ന് പറയുന്നത് ഒന്നുമില്ല. മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, മത്തായി സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങളിലേക്ക് നമ്മൾ പോയാൽ, പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അവർ അസൂയ കൊണ്ടാവുന്നു അവനെ ഏൽപ്പിച്ചതെന്ന് അവന് മനസ്സിലായിരുന്നു. 19-ാം വാക്യം, അവൻ ന്യായാസനത്തിലിരിക്കുമ്പോൾ അവന്റെ ഭാര്യ ആളയച്ച് ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. അവൻ നിമിത്തം ഞാൻ ഇന്ന് സ്വപ്നത്തിൽ വളരെ ക്ലേശം അനുഭവിച്ചു എന്നീ ഒരു എഴുത്ത് പീലാത്തോസിന്റെ ഭാര്യ പീലാത്തോസിന്റെ ന്യായപീഠത്തിലേക്ക് കൊടുത്തയക്കുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ കർത്താവായ യേശു ഒരു തിന്മയും ചെയ്തിട്ടില്ല എന്ന് വീട്ടിലിരുന്ന ആ പീലാത്തോസിന്റെ ഭാര്യയ്ക്ക് പോലും ബോധ്യമായി എങ്കിൽ അവൻ എത്രയോ പരിശുദ്ധനാണ്. യേശു വിചാരണ ചെയ്തിട്ട് അവനെ ക്രൂശിക്കണമെന്ന് ഒരു ഭാഗത്ത് ജനം ആ തിരമ്പുമ്പോൾ അവൻ വെള്ളമെടുത്ത് കൈ കഴുകിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ആ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, അവൻ പരിശുദ്ധൻ. പ്രിയ ദൈവമക്കളെ, ന്യായാധിപൻ ന്യായപീഠത്തിൽ ഇരുന്നുകൊണ്ടോ ഈ യേശുവിനെ പരിശുദ്ധൻ എന്ന് പറയുമ്പോൾ വീട്ടിലിരുന്ന തന്റെ ഭാര്യ അവളും പറയുകയാണ് അവൻ നീതിമാനായ മനുഷ്യനാണല്ലോ എന്ന്. പ്രിയ ദൈവമക്കളെ, അത് മാത്രമാണോ? മാർക്കോസ് 1-ാം വാക്യത്തിൽ കല്ലറയിൽ നിന്ന് സുബോധമില്ലാതെ എഴുന്നേറ്റ് വരുന്ന ഒരു ഭൂതബാധിതനായ മനുഷ്യനിലെ ഭൂതം ആ മനുഷ്യന്റെ ശരീരത്തിൽ ഇറങ്ങിയിട്ട് പറയാണ്, നീ ദൈവത്തിന്റെ പരിശുദ്ധനാണ്, സമയത്തിനു മുമ്പ് എന്നെ ദ്രോഹിക്കരുത്. പ്രിയ ദൈവമക്കളെ, നമ്മൾ സാധാരണ പറയുന്ന അപകടകരമായ ദുർപ്രേതങ്ങളിൽ പോലും വസിക്കുന്ന ദുരാത്മാവിന് പറയുവാനുള്ള ഒരു വാക്കേ ഉള്ളൂ, ഞാൻ ഒരു യോഗ്യതയുമുള്ളവനല്ല, യേശുവിനെ പരിശുദ്ധനാണ്. പ്രിയ ദൈവമക്കളെ, അനേക ഭൂതഗ്രസ്തരെ യേശു സൗഖ്യമാക്കിയപ്പോൾ ആ ഭൂതങ്ങളെല്ലാം നിലവിളിച്ചുകൊണ്ട് പോയപ്പോൾ അവര് പറഞ്ഞ ഒരു വാക്ക്, ഇത് പരിശുദ്ധനായ ഒരുവനാണ്. പീലാത്തോസിന് മനസ്സിലായി, തന്റെ ഭാര്യയ്ക്ക് മനസ്സിലായി, ഭൂതങ്ങൾക്ക് മനസ്സിലായി, യേശു പരിശുദ്ധനാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ലൂക്കോസ് 23-ാം അധ്യായം അതിന്റെ 42-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, രണ്ട് കള്ളന്മാര് യേശുവിനോടുകൂടെ ക്രൂശിൽ കിടന്ന് മരിച്ചു. ഒരു കള്ളൻ ജീവൻ പോയിപ്പോകുന്നൊരു പോലെയാണ്, നീ മനുഷ്യപുത്രനായ മഹത്വത്തിൽ വെളിപ്പെടുമ്പോൾ ഈ പാപിയെയും ഓർത്തു കൊള്ളണമേ. പ്രിയ ദൈവമക്കളെ, യേശുവിനോടൊപ്പം കുരിശിൽ മരണവിധി കാത്തു കിടക്കുന്ന ആ കള്ളന് മനസ്സിലായി, യേശു എന്ന ഏകനാണ് പരിശുദ്ധൻ, യേശു എന്ന ഏകനാണ് നിത്യപരിശുദ്ധൻ. ലൂക്കോസ് 23-15 യേശുവിനെ വിധിച്ച ന്യായാധിപന്റെ പേര് ഹേരോദാവ് എന്നാണ്. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഹേരോദാവ് എന്ന് പറയുന്ന ന്യായാധിപൻ പറഞ്ഞൊരു വാക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഹേരോദാവും കണ്ടില്ല അവനിൽ പാപം.
പ്രിയ ദൈവമക്കളെ, വീണ്ടും പറയാം, അവനെ നമ്മുടെ അടുക്കൽ മടക്കി അയച്ചുവല്ലോ. ഇവൻ മരണയോഗ്യമായതൊന്നും പ്രവർത്തിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാനും അവനെ അഴിപ്പിച്ചു വിട്ടേക്കുമെന്ന് ഈ ഹേരോദാവിന് പുറകെ ആര് പറയാണ്? പീലാത്തോസ് പറയാണ്. പീലാത്തോസിന്റെ അടുക്കൽ യേശുവിനെ വിധിക്ക് ശേഷം എത്തിച്ചത് ഹേരോദാവാണ്. ഹേരോദാവിന് പോലും ആ യേശുവിൽ ഒരു തിന്മ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷം അവസാനം വിധിച്ച പീലാത്തോസിനും ഒരു തിന്മയും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, പീലാത്തോസിന് കഴിഞ്ഞില്ല, തന്റെ ഭാര്യയ്ക്ക് കഴിഞ്ഞില്ല, അത് മാത്രമല്ല ദുരാത്മാവിന് കഴിഞ്ഞില്ല, കുരിശിൽ യേശുവിനോടൊപ്പം മരിച്ച ആ കള്ളനെ കാണുവാൻ കഴിഞ്ഞില്ല, യേശുവിനെ വിധിച്ച ഹേരോദാവ് എന്ന് പറഞ്ഞ ആ മഹാരാജാവിന് കഴിഞ്ഞില്ല. അത് മാത്രമല്ല മത്തായി 27:4 30 വെള്ളിക്കാശ് പുരോഹിതന്മാരുടെ മുൻപിൽ കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് ആ യൂദ ഇസ്കരിയോത്താവ് പറയുകയാണ്, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്ത് ഈ ഒരു നിമിഷം ജീവിക്കാൻ ഞാൻ അർഹനല്ല. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമകളെ, ഒരുത്തർക്കും യേശുവിൽ പാപം കാണുവാൻ കഴിഞ്ഞില്ല. ഒരു ന്യായാധിപന്മാർക്കും യേശുവിനെ നീതികെട്ടവനായി കാണുവാൻ കഴിഞ്ഞില്ല. ഒരു ഭരണാധിപനും യേശുവിനെ തെറ്റുകാരനായി കാണാൻ കഴിഞ്ഞില്ല. അത്രമാത്രം പരിശുദ്ധിയുടെ തികവിൽ നിന്ന് യേശുവിന്റെ മാംസത്തിലെ ജീവരക്തം നമ്മുടെ പാപം മോചിക്കുവാൻ മതിയായതാണെന്ന് നമ്മൾ വിശ്വസിച്ചാൽ രക്ഷപ്പെടും. ആമേൻ. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമുണ്ട്. മനുഷ്യന്റെ ജീവൻ രക്തത്തിലാണ്, അത് മാംസവുമായുള്ള ബന്ധത്തിലെങ്കിൽ യേശുവിന്റെ മാംസത്തിൽ നിന്ന് ചമ്മട്ടി പ്രഹരത്താൽ മുറിഞ്ഞ് ആ കഷ്ണങ്ങളിൽ നിന്ന് രക്തമൊഴിയതാണ് നമ്മുടെ പാപമോചനത്തിന് കാരണമായത്. അങ്ങനെയെങ്കിൽ വാത്സല്യമുള്ള ദൈവമക്കളെ, കളങ്കമില്ലാത്ത, മാലിന്യമില്ലാത്ത, മലിനതയില്ലാത്ത, തിന്മയില്ലാത്ത, ദോഷമില്ലാത്ത, നിഷ്കളങ്കനായ യേശു എന്ന കുഞ്ഞാടിന്റെ നിർമ്മലമായ രക്തമാണ് നമ്മളെ ഈ അവസ്ഥയിൽ കൊണ്ടുവന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണെന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഓർപ്പിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നു, യഹൂദന്മാരാൽ ഞാൻ 5 പ്രാവശ്യം ഒന്ന് കുറേ 40 അടി കൊണ്ടു. പ്രിയ ദൈവമക്കളെ, 5 പ്രാവശ്യം ഒന്ന് കുറേ ഞാൻ 40 അടി കൊണ്ടു. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, 40 അടി കൊണ്ടു എന്ന് പൗലോസ് പറയുമ്പോൾ 5 പ്രാവശ്യം അടിച്ചില്ലേ, അല്ലേ? 5 വട്ടമായിട്ട് താൻ 40 അടി കൊണ്ടുവന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഒരു 5 എണ്ണം കുറഞ്ഞാൽ 35 അടി പൗലോസ് ലീഗ തന്റെ ശരീരത്തിൽ വഹിച്ചില്ലേ? വീണ്ടും നമ്മളൊന്ന് ചിന്തിച്ചാൽ ഏതാണ്ട് 195 അടിയാണ് പൗലോസിന്റെ ശരീരത്തിൽ മൊത്തമായി ഈ 3 ചാട്ടവാറിന്റെ പ്രഹരത്താൽ ഏറ്റത്. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ കർത്താവായ യേശു അവൻ അടി വാങ്ങിച്ചതിന് കയ്യിൽ കണക്കുമില്ല. അവനെ എത്ര അടിച്ചു എന്നറിയത്തില്ല. കാരണം ശരിക്കും പറയുകയാണെങ്കിൽ എണ്ണിയെ അടിക്കാവൂ, എന്നാൽ പോകുന്ന വഴിയിൽ ഉടനീളം യേശുവിനെ അടിച്ചതായി എല്ലാ നിയമവും ലംഘിച്ചടിച്ചു. യഹൂദന്മാരുടെ നിയമമായിട്ട്, റോമാക്കാരുടെ നിയമമായിട്ട്, തെറ്റുകാരന് കുറ്റവിചാരണയ്ക്ക് ശേഷം തെറ്റുകാരനെന്ന് ബോധ്യമായാൽ നിലത്ത് കിടത്തി എണ്ണിയെ അടിക്കാവൂ. ഒരടി കൂടുതൽ അടിച്ചാൽ അടിക്കുന്നവൻ തിരിച്ചടി വാങ്ങേണ്ട നിയമം പോലും റോമാ സാമ്രാജ്യത്തിലുണ്ട്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ ഈ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുവിനെ ഗോൽഗോഥാ വരയിൽ അടിച്ചില്ലേ? പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, പാപമറിയാത്ത പരിശുദ്ധൻ, തിന്മ എന്താണെന്ന് അറിയാത്ത പരിശുദ്ധൻ, അനീതി എന്താണെന്ന് അറിയാത്ത പരിശുദ്ധൻ, അക്രമം എന്താണെന്ന് അറിയാത്ത പരിശുദ്ധൻ, അവന്റെ ആ ശരീരത്തിലെ മാംസത്തിൽ നിന്ന് രക്തം താരതാരിയായി ഒഴുകുന്നുവെങ്കിൽ ആ രക്തമാണ് നമ്മളെ ഇത്രത്തോളം ആക്കിയത്. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, നമുക്ക് വേണ്ടി യേശു അടിയേറ്റ് അവന്റെ ശരീരത്തിലെ മാംസങ്ങൾ മുറിഞ്ഞ് അതിൽ നിന്നൊഴുകിയ രക്തം നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി, നമ്മളെ ഉദ്ധരിക്കുവാൻ വേണ്ടി, നമ്മളെ പാപമോചിക്കുവാൻ വേണ്ടിയെങ്കിൽ ആ യേശുവിന്റെ രക്തത്തിന്റെ വില മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം അവന്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിക്കുക.
ഇതാണ് 1 പത്രോസ് 2:24 പത്രോസ് പറയുന്നത്. അവന്റെ മുറിവുകളാൽ അവന്റെ അരിപ്പിണരാൽ നമുക്ക് സൗഖ്യമായി. പ്രിയ ദൈവമക്കളെ, അവൻ മുറിഞ്ഞതുകൊണ്ടല്ല, അവന്റെ മുറിയപ്പെട്ട ആ മാംസത്തിലെ ജീവന്റെ രക്തം അത് നമുക്ക് വേണ്ടി ഒഴുകി, നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു, നമുക്ക് വേണ്ടി നൽകി, നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി കൊടുത്തത് കൊണ്ടാണ് നാം പാപമോചിച്ച് രക്ഷിക്കപ്പെട്ടത്. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നിങ്ങൾ മറക്കരുത്, അവന്റെ അടിപ്പിണരാൽ, അവന്റെ മുറിവുകളാൽ, അവന്റെ മുറിവിൽ നിന്നൊഴിയ രക്തത്താൽ, അവനേറ്റ ചമ്മട്ടി പ്രഹരത്തിൽ അവന്റെ മാംസപേശികൾ മുറിഞ്ഞു മാറുമ്പോൾ ആ മുറിപ്പാടിൽ നിന്നൊഴിയ രക്തമാണ് എന്നെ ഈ തോതിലാക്കിയത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അതുകൊണ്ടാണ് യെരൂശലേമിലെത്തിയ അനേകം സ്ത്രീകള് മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് ആ ക്രൂശിനെ അനുഗമിച്ചത്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, അവന്റെ ആ മുറിവുകൾ ഓർക്കുമ്പോൾ, ആ മാംസത്തിൽ നിന്നൊഴുകിയ രക്തം ഓർക്കുമ്പോൾ, അത് എനിക്ക് വേണ്ടിയാണെന്നുള്ള ആ വലിയ അറിവോടെ നമ്മളും ആ യേശുവിനെ അനുഗമിച്ച് നമ്മുടെ ജീവിതം അവസാനിപ്പിച്ചാൽ നമ്മൾ സുരക്ഷിതമായ സ്ഥലത്ത് എത്തിച്ചേരും. അതിനായി സർവ്വബലവനായ കർത്താവ് നമ്മളെ ഈ നാടുകളിൽ സഹായിക്കട്ടെ. അതിന്റെ സ്മരണ ഏതാനും ദിവസങ്ങൾക്കകം ലോകം മുഴുവനും വീണ്ടും ഒരിക്കൽ കൂടി 2026 വെളിപ്പെടുവാൻ പോകുമ്പോൾ, അതിനു മുൻപേ നമുക്ക് ഒരു മുഴം മുന്നേ എറിയുന്ന രീതിയിൽ ആ യേശുവിന്റെ ആ വലിയ പീഡാനുഭവത്തിന്റെ മനോഹരമായ, മാന്യമായ, വിലയേറിയ അനുഭവത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവന്റെ പിന്നാലെ പോയാൽ നമ്മുടെ ജീവിതം, ആത്മീയ യാത്ര സുരക്ഷിതമായി തീരുമെന്ന് കർത്താവിന് നാം ദ്രോഹിക്കുകയാണ്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.